നമ്മുടെ മക്കൾ നല്ല നിലയിൽ കഴിയണതാണ് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. സ്വന്തം തന്തയും തള്ളല്ലാണ്ട് വേറൊരാൾ നമ്മളെ മക്കൾ തന്നവണ്ണം ആഗ്രഹിക്കില്ല കേട്ടാ, സ്വന്തം കൂട്ടുകാർ പോലും. അതാണ് ലോകം. ഒരാൾക്ക് പറയാൻ വല്ല മനസ്സിലാവും. ചെറുപ്പം മുതലേ പഠിക്കാൻ അവൾ മിടിക്കുകയായിരുന്നു. നല്ലൊരു ജോലി അതവളുടെ സ്വപ്നമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കല്യാണക്കാരൻ വന്നപ്പോൾ കല്യാണ ശേഷവും ജോലി കിട്ടുന്നവരെ പഠിപ്പിച്ചോളാം എന്നുള്ള ഉറപ്പിന്മേല ഈ നിശ്ചയം ഉറപ്പിച്ചു തന്നെ. അതിനിടയിൽ ഇങ്ങനൊരു ഇറങ്ങിപ്പോക്ക് നമ്മൾ കരുതിയില്ല. എടാ, ഇത്ര സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഞാൻ അവനെ തന്നെ കെട്ടിച്ചു കൊടുത്തേനെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് ഇപ്പോഴും ജയിച്ചിരുന്നല്ലേ. എന്താണിത്? കരയല്ലേ? ജീവിച്ചിരിക്കണ് ആ നാനയുടെ കൂടെ ചത്ത് ജീവിക്കുന്നുണ്ടാവും. അത് തന്നെ ആ ചെക്കൻ്റെ കുടുംബവും ആ ചെക്കനും വളരെ മോശമാണെന്ന് കേൾക്കണത്. അപ്പോൾ നീ അംഗീകരിച്ച കല്യാണം നടത്തി കൊടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴുള്ളൂ. ആൾക്കറിയില്ലല്ലോ ഇത്. ഈ ഫോണും ഈ ഫോണിൻ്റെ കളികളും ഇൻസ്റ്റയും മറ്റ് സാധനങ്ങളും കൂട്ടി കളിക്കുമ്പോൾ ആങ്ങളി ആരും വേറെ എന്തൊക്കെയാണെന്നാണ്. എല്ലാ മൊബൈലും അതിലേക്ക് അതാണ് ഏറ്റവും വലുത്. അവിടെ സ്നേഹമില്ല, കടപ്പാടുമില്ല, ബന്ധങ്ങളില്ല. ഈ കംപ്ലീറ്റ് ഒക്കെ അവർ ഈ റീൽസിലും അതിലും ഇതിലൊക്കെ കാണുന്ന ആവശ്യത്തിൽ ഇറങ്ങി പോകണം. ജീവിതം ഇല്ലാണ്ടാക്കി കളയല്ലേ, ചവിട്ടി അരച്ചൊക്കെ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ. ദൂരം സ്വപ്നങ്ങൾ കണ്ട് വളർത്തണമാണ് മക്കളെ. ഫേസ്ബുക്ക് വഴിയാ ഇൻസ്റ്റ വഴി പരിചയപ്പെടുന്നു, പ്രേമിക്കുന്നു. എന്താണെന്നൊന്നുമില്ല. ഒരു ബൈക്കും കൊണ്ട് വരുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, കറങ്ങി നടക്കുന്നു. ആലോചിച്ച് നോക്കണം, ലൈഫണി തകർത്ത് കളയണതേ. ഇങ്ങനെയാവേണ്ട ലൈഫാണ്. 10-20 വയസ്സിലാണ്, 10-75 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ കൂടെ വ്യക്തികളാണ് 20-21 വയസ്സാകുമ്പോഴത്തേനും ഇങ്ങനെ ഹോമിച്ച് ഇല്ലാണ്ടാക്കി കളയണത്. ഏതോരുത്തരൊക്കെ അവിടെ കണ്ടാൽ കൂടെ അവനാണ്ട് ഇറങ്ങി പോകുക. എന്താണെന്ന് ഏതാണെന്നൊന്നുമില്ല. ഒരു ഹരം, ഒരാവേശം, അനുകരണം. അതാണ് പോകുമ്പോൾ പോകണം. എത്ര ആൾക്കാരെ ചങ്കുതാകാരുണ്ടെന്ന് അറിയാം. പോകുമ്പോൾ ദൂരം കഷ്ടപ്പെട്ട് ആശിച്ച് വളർത്തണമാണ് മക്കളൊക്കെ. ഇതുപോലെ കിടന്ന് കരയാനും ജീവിതകാലം നമ്മൾ കണ്ണീര് പിടിക്കാനും നോക്കും.